പള്ളിക്കൂടത്തിൽ ചെന്നപ്പോൾ മാഷ് ഇക്കരക്കടവിലോട്ട് പോകുന്നെന്ന് അറിഞ്ഞത്. ഒരു എഴുത്തുണ്ട്. മദിരാശിന്നാ അഞ്ചലോട്ടക്കാരൻ പൊക്കോ. അറിഞ്ഞില്ലേ, രണ്ടുപേരും ജയിച്ചിട്ടുണ്ട്. നിങ്ങളുടെയും പടച്ചോന്റെ ഒക്കെ അനുഗ്രഹം. അത് മാത്രല്ല ബീരാനെ, പഠിക്കാൻ മിടിക്കുക സൂറ. പിന്നെ ഉമ്മണി വല്ലൊന്നും ഇപ്പം മിടുമിടുക്കനാ. എന്റെ സൂറാനെ എനിക്ക് ഇനിയും പഠിപ്പിക്കണം. പട്ടണത്തിലെ വലിയ സ്കൂളിൽ തന്നെ വിട്ടു പഠിപ്പിക്കണം. എന്റെ മകളുടെ തലയിലെ നിലാവ് വെളിച്ചം കണക്കെ ബുദ്ധിയുണ്ട്. അത് ഇനിയും തെളിയട്ടെ, അല്ലേ ഉമ്മണി വല്യൊന്ന്? ഹലോ, വാപ്പാടെ പൊന്ന് പഠിച്ച് പഠിച്ച് വലിയ ഉദ്യോഗം മേടിക്കണം. എന്തൊരു മഴ! എല്ലാരും കൂടെ വന്നിണ്ടല്ലോ. അത്ര പെട്ടെന്നൊന്നും എന്താ എന്താ പറ്റിയത്? സംഗതി അറിഞ്ഞ അടയ്ക്കാ കളത്തിനടുത്ത് പറിച്ച് കിടക്കുകയായിരുന്നു. നല്ല പനിയുണ്ടെന്നാ തോന്നണത്. ചൂടോടെ ഇത്തിരി കഞ്ഞി കുടിച്ചേച്ച് കിടക്കട്ടെ, നാളത്തേക്ക് മാറും. വിളിച്ചകത്തോട്ട് ഇരുത്തേ. വാ പോകാം. നമ്മൾ ഇറങ്ങണ വീരാനിക്ക. ഇടിയും മഴയുള്ള നേരത്തെ ഇവിടെ ഇരിക്കാതെ അകത്തേറി കിടക്കണ്ടോ നിങ്ങള്? ഈ പെരുമഴ മുഴുവൻ നനഞ്ഞ് മേലതായല്ല പടച്ചനെ. എനിക്കൊന്നുമില്ല, നീ വെറുതെ അതും ഇതും പറഞ്ഞ് മക്കളെ വിഷമിപ്പിക്കണ്ട. എന്താ വാപ്പ? ആ, അതൊക്കെ ഉണ്ട്. പാപ്പ ഇപ്പൊ വരാൻ കേട്ടാ. ഹലോ, വല്ലാണ്ട് കുളിന്ന് വറക്കുന്നുണ്ടല്ലോ. പനി കൂടും, അതുകൊണ്ട് പണിക്ക് പോണെന്ന് ഞാൻ പറഞ്ഞല്ലേ. എടീ, നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വലിയ നിലയിലാക്കണം. അതിനുവേണ്ടി കുറച്ച് പണിയും കൂടെ ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല. മക്കളെ, ഭാഗത്തോട്ടിരിക്കും. വാപ്പ ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക്. ഇതൊന്ന് അടയ്ക്കാൻ മേലാർന്ന മഴവെള്ളം കയറുന്നുണ്ട്. ആ, വാ വാ, നിങ്ങക്ക് വാപ്പാ തുണിയും കുപ്പായും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ചൂടെടുക്കട്ടെ. സൂറ കഴിച്ചാ? വാപ്പ വരാൻ വൈകിയപ്പോ കഴിച്ച്. നിനക്ക് എനിക്ക് എന്തിനാ മേടിച്ചത്? വല്ലപ്പോഴും അല്ലടി. വാപ്പ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാക്കി പറയുവാ. ആ, എങ്ങനെയുണ്ട്? നമ്മുടെ പള്ളിക്കൂടം പോലെയാണോ? എത്ര കുട്ടികളുണ്ട് ക്ലാസ്സില്? എവിടെയാ കളിക്കണേ? നെല്ലിക്കാമാരുണ്ടാ പള്ളിക്കൂടത്തിന്റെ മുമ്പില്? സൂറ, ഞാൻ മരിച്ചതാ. എനിക്കും പഠിക്കണം. പുറത്ത് എന്തോ ഒരു കാറ്റാ. മജീദ് അപ്പുറത്ത് എന്തെടുക്കടി? അവനുറങ്ങി. ഈ നാട്ടിൽ ആരും പഠിപ്പിക്കാത്ത വലിയ പള്ളിക്കൂടത്തിലാണ് ഞാൻ അവനെ ചേർത്തിരിക്കുന്നത്. അവനെ നിന്റെ ബുദ്ധിയല്ല, എന്റെ ബുദ്ധിയാ. മനസ്സിലായ? ഇല്ല, എനിക്കിപ്പോ എല്ലാം മനസ്സിലാവണുണ്ട്. പിന്നെ
എന്തിനാ ഇല്ല ഇല്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കണത്? ഞാൻ എന്താ അത്രയ്ക്ക് ബുദ്ധൂസാ? അവിടെ നിക്കടി പടുക്കൂസേ. അപ്പുറത്തെന്താ ഇടിയും നിലവിളിയും കേട്ടു? എന്റെ റബ്ബേ, ഓരോരോ തൊട്ടിലും ചൊല്ലണ നമ്മോട് എവിടന്നു വരണതി കനവായി ജനനം. ഓരോരോ തൊട്ടിലും ചൊല്ലണ നമ്മോട് എവിടന്നു വരണതി കനവായി ജനനം. പിന്നോരോ മഞ്ചലും നമ്മോട് ചൊല്ലണ എങ്ങോട്ട് പോകണ കഥയായി മരണം. കാലം പറക്കണ നാരി പിറക്കണ രാവ് തണുക്കണ നേരം. അതിരില്ല കിസ്സത്തൻ കിളിവാതിൽ ചാരത്ത് രാക്കഥ മൂളുന്നതാരോ. നമുക്ക് ആ സോറാനെയും കൂടെ പഠിപ്പിച്ചാലെന്താ? എടീ, എന്റെയും നിന്റെയും ചോരപ്പെട്ടതെല്ലാം കൂടെ എത്ര എണ്ണം ഉണ്ടാവും നിനക്കറിയാവാ? 26ഉം 41. 26ഉം 41 എത്രയാണെന്ന് അറിയാവാ? ഇല്ല. എത്രയാണോ വയ്യ നിനക്കറിയാവാ? ദേ പോണടി നിന്റെ ബുദ്ധി. എടീ 67. അതുങ്ങളെ ഒന്നും പഠിപ്പിക്കാതെ നമ്മൾ സൂറാനെ പഠിപ്പിക്കണത് ശരിയാണാടി? അല്ല. ശരിയാ, 67. ഇതിലോട്ട് തുപ്പിയാ പോരെ? ആ ചെടിയുടെ ഇലയിലൊക്കെ ചോര പോലെ കിടക്കും. അമ്മന്റെ ഉമ്മാനെ കെട്ടിക്കണ ഒരു ചെടി. എടി, ഇത് അമന്റെ ബുദ്ധിയ നിന്റെ ബുദ്ധിയ? എടി, ഇവൻ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ. രാജ്യമൊക്കെ ഒന്ന് ചുറ്റിയിട്ട് നമ്മളെപ്പോലുള്ള ലോഹരൊക്കെ എങ്ങനെയാണ് ജീവിക്കണത് നമ്മൾ പഠിക്കട്ടാ. മനസ്സിലായ? ഇല്ല. ദേ തുടങ്ങി. എന്തേലും മുണ്ടിപ്പോയാ ഉടനെ പൊക്കോ, രാസ്യം വിട്ടോ. എന്നാൽ എന്തിനാ ഇതിങ്ങനെ എന്നും പറയണത്? എടേ, ഇമന് ബുദ്ധിയില്ല. ഇമന് കിട്ടിപ്പോയത് നിന്റെ ബുദ്ധിയാ. ദേ ഇപ്പിളിപ്പിളായപ്പോ എന്റെ ബുദ്ധിക്കാ വലിയ കുറ്റം. എന്നെ ബദരിങ്ങളെ, എന്തൊരു പങ്കപ്പാടാണിത്. എടേ, നീ 1000 ബദരീങ്ങൾ വിളി, എന്നാലും നിനക്ക് ബുദ്ധി ഉണ്ടാവുക? ഇല്ല. ഞാൻ പറയണത് നിനക്ക് മനസ്സിലാകുക? ഇല്ല. എന്നാ നിങ്ങൾ എഴുതി കാണിക്കേ. എഴുതി കാണിക്കാനാ? എടേ, നിന്റെ വാപ്പ പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടാ? ഇല്ല. നിന്റെ ആങ്ങളമാര് പള്ളിക്കൂടത്തിൽ പോയിട്ടുണ്ടാ? ഇല്ല. ഓ, നിങ്ങളുടെ എല്ലാവരും ഒത്തിരി പഠിച്ചിട്ടുണ്ട്. തറുതല പറഞ്ഞാലുണ്ടല്ലോ ചവിട്ടി ചങ്കുകളോ ഞാൻ. ആ കള്ള പടുക്കൂസ്. മജീദിന്റെ അത്രയല്ലേ ആവുള്ളു. ആ സോറാനും കൂടെ പോയി കുപ്പായം കഴുകടി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല. തുപ്പലാക്കി. അയൽവക്കക്കാരുടെ പരാതിനോ മഞ്ഞക്കെട്ടൊന്നും എന്റെ മുമ്പിലോട്ട് എഴുന്നള്ളിക്കണ്ട കേട്ടാ. പറഞ്ഞ മനസ്സിലായ?